ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ മാഡി ഗെയിംസ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ക്രൈസി പ്ലെയിൻ ലാൻഡിങ് ഇട്ടപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ സൗണ്ട് ഒട്ടും പോരെന്ന്. അപ്പം ഞാനിന്ന് നല്ല സൗണ്ടിലാണ് ഇടാൻ പോണത്. അപ്പം എല്ലാവർക്കും നല്ല ഒച്ചതി കേൾക്കാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. പിന്നെ നമ്മൾ കഴിഞ്ഞ കളി നിർത്തിയെടുത്ത് ഞാൻ കുറച്ച് കളിച്ചായിരുന്നു. അത് കാരണം നമ്മൾ ജയിച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും നെക്സ്റ്റ് ലെവലിലോട്ട് പോവാം. അടുത്തത് ഇങ്ങനെയാണ്. എന്താണ് കാറാ? അതിൻ്റെ ഇടയിൽ കാറൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അയ്യോ സോറി. ഇടയിൽ കാറൊക്കെ വെച്ചിട്ട് പ്ലെയിനും കൊണ്ട് പറത്താൻ പോണാണ്. പ്ലെയിനും കാറും കൂടി പറക്കും. പിന്നെ കാറ് ചത്തുന്നല്ലാണ്ട് പ്ലെയിൻ്റെ ഒരു ഇത് പോയി. ചിലപ്പോൾ രണ്ടും പോയി. ഇതെന്താന്ന് പറഞ്ഞോട് ഈ മിക്സി പോയി. കളിയൊക്കെ നോക്കി. അമ്മേ നിങ്ങളുടെ ആരെങ്കിലും ഓഗി ആൻഡ് കോക്രോച്ച് ആണോ ഗൈസ്? കാണുമെങ്കിൽ കമൻ്റ് അടി. ഞാൻ പണ്ട് കാണുമായിരുന്നു. ഇതെന്ത് കഷ്ടമാണ് ഈ മരം കാരണമുള്ള എന്താണിത്? അതൊരു കുഞ്ഞി പരസ്യമായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂ. പ്ലീസ് ബൂസ്റ്റ് ഞാൻ കൂട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും കൂട്ടേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും മനസ്സിലാവുന്നതിനകത്ത് ഏതാ കൂട്ടേണ്ടതെന്ന്. കാരണം അത് ഏറ്റവും കൂടുതൽ കൂട്ടേണ്ടത് ബൂസ്റ്റാണ്. പിന്നെ എൻജിനും ഇതിനകത്ത് കൂട്ടണം. പിന്നെ മറ്റേ ബോണസ് വേണമെങ്കിൽ കൂട്ടിയാൽ മതി. ഈ 3 അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറയുമൊന്നും വേണ്ടല്ലോ. കണ്ടവർക്കറിയാം. കാണാത്തവർ എൻ്റെ ആ വീഡിയോ പോയി കണ്ടിട്ട് വരാം. അല്ലാണ്ട് ഇപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഒരഞ്ഞു പോണത് നിലത്ത് കൂടി ഒരഞ്ഞാണത് പോണത്. ഇനിയുണ്ട് 4 കിലോമീറ്റർ. ഇങ്ങനെ ഓനാണെങ്കിൽ നമ്മോട്ടെത്തൂല. എൻജിനെങ്കിൽ കുറേ നേരം പറക്കാൻ പറ്റും. നമുക്ക് എന്തായാലും എൻജിനും കൂടി ഒന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചക്രത്തും മുട്ടല്ലേ ഈ ചക്രം കണ്ട അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചേക്കണം. നമ്മൾ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊന്തിപ്പോവും. അതാണ് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെന്ന്. കാരണം നേരത്തെ നമ്മൾ ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം. ആ സാധനത്ത് നമ്മൾ തട്ടിയപ്പോൾ ഞാൻ പൊന്തിപ്പോയി. സ്പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. മിക്സി വന്നു ചേഞ്ച് വെഹിക്കിൾ. നമ്മളെ കപ്പലെവിടെ? യെസ്, എപ്പോഴത്തെ വീരശൂര പരാക്രമി. ഇപ്പം ആദ്യത്തെ ലെവലിൽ എങ്ങാണ്ട് ഞാൻ കപ്പലെടുത്തതല്ലേ. ആ ലെവല് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ കുറേ ബൂസ്റ്റ് ഉണ്ടായില്ലേ. ആ ബൂസ്റ്റ് ഞാൻ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോൾ ഈ ലെവൽ ചെയ്യേണ്ടതെന്നറിയോ? ബൂസ്റ്റ്, എൻജിൻ, ബോണസ് 0 മീറ്റർ. ഇപ്പം എത്ര മീറ്ററായി? 373 മീറ്റർ. മേലുണ്ട് മീറ്റർ കണ്ട. ഇവിടെയാണ് വരും. ഹൈ സ്കോർ 831 മീറ്ററാ. ഞാനാ എന്താണിത്? എനിക്കൊന്നും വേണ്ട. പിന്നെ 700 കൊടുത്തിട്ട് ഞാനത് മേടിക്കാൻ വേണം. ഇതൊന്ന് പ്രാന്ത. പ്ലീസ് ഇതൊന്നും പറക്കണത്. ഇതുണ്ട സാധാരണ ഇങ്ങനെയല്ല ഷിപ്പ് എടുക്കാറ്. ഒരുമാതിരി നേരല്ലേ പറക്കാറ്. ഇത് കണ്ട മേലോട്ടങ്ങൾ പോയി. എനിക്ക് ഇപ്പോൾ നമ്മുടെ പൈസ കൂടി തന്നെയുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഈ ബോണസ് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. കുറച്ചൊന്നും ഇതാക്കിയത്. ആ കൊടിയൊക്കെ അവിടുത്തെ മാറിപ്പോകണ്ട. എവിടെ പോകണ്ടേ? അവിടെ ഈസിയാണല്ലോ. അല്ല ഈസിയല്ല. ഇതിനകത്തില്ലേ നമുക്കെന്തായാലും ഇങ്ങനെ പോകാൻ പറ്റില്ല. എന്തായാലും നമുക്ക് പോകാൻ പറ്റൂല. കാരണം ഇങ്ങനെ ഓടി നമ്മൾ എന്തായാലും എത്തൂല. ഇതിനകത്ത് ഫുള്ള് ബൂസ്റ്റ് ആക്കണം.
എങ്കിൽ മാത്രമേ നമുക്കത് കടക്കാൻ പറ്റുള്ളൂ ഈ ലെവൽ. കാരണം ഇത് ഒരുമാതിരി അറ്റം വരെ ഉണ്ട്. ബൂസ്റ്റും എഞ്ചിനും നല്ല വില കൂട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ലെവലിൽ കടക്കാൻ പറ്റൂല. അതെ ഇപ്പം തന്നെ ഇവിടം വരെ പോകണുള്ളൂ. പിന്നെ ഈ സാധനമൊന്നും ഇല്ലാണ്ടാണെങ്കിൽ ഒരു 5 മീറ്റർ അല്ലാണ്ട് പോവില്ല. ഓ ചുമന്ന കാറ്, ഇതാണ് നമ്മുടെ പോയിന്റ്. അടുത്ത പ്രാവശ്യം നമ്മൾ ചുമന്ന കാറിനേക്കാട്ടും മുമ്പിൽ പോകണം. വീണ്ടും പരസ്യം. ഞാൻ എൻ്റെ ഒരു പരസ്യം കാണിച്ചു. അപ്പം ചുമന്ന കാറിനേക്കാട്ടും മുമ്പിൽ പോകണം നമ്മൾ. പ്ലീസ് ജംപ് സ്പീഡ്. അപ്പോൾ അതിനൊക്കെ ഉണ്ടല്ലോ പൈസ. അങ്ങനെയാണോ ഈ 10,000 40? ചുമന്ന കാറല്ല, നമ്മൾ ഈ പ്രാവശ്യം നീല കാറാണ്. ചുമന്ന കാറിനേക്കാട്ടും എന്താ, ചുമന്ന കാറിന് മുമ്പാണ് നീലക്കാറ്. അതിനടുത്ത് നമ്മൾ അത്രയും പോലും എത്തിയില്ല. ബോണസ് കൂട്ടിയിട്ടുണ്ട്. ചുമന്നാറിൻ്റെ മേളിൽ തന്നെ നമ്മൾ കൊടി കുത്തിയിട്ടുണ്ട്. ചുമന്നാറ് വരെയാണ് നമ്മൾ ഇപ്പോൾ എത്തിയേക്കണം. ചുമപ്പായിരുന്നു ഓറഞ്ചായിരുന്നു. എന്തായാലും അതുമ്പോൾ തന്നെയാണ് നമ്മൾ വീണ്ടും കുത്തിയേക്കണം. പ്ലീസ് ചുമന്നാറ് നിൽക്കാം. ചുമപ്പ് കഴിഞ്ഞ് എന്താണിത് 21,000. ഇത് കൂട്ടാം അത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഡ്രാഗൺ ബോൾസ് കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന് പറയണേ കാണാറുള്ളവർ. അടുത്ത പോയിന്റ് ഈ തണലുള്ളിടത്ത് വരെ എത്തണം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം എത്തുമായിരിക്കുമല്ലോ. അല്ലേ ഒരു മിനിറ്റ് സ്കിപ്പ്. ഇതും കൂടി എപ്പോഴാണ് ഇതിന് എഞ്ചിനുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബൂസ്റ്റ് പെട്ടെന്ന് തീരും. എപ്പോഴും തീർന്ന പോലെ തന്നെ എപ്പോഴും തീരും. യെസ്, തണൽ കഴിഞ്ഞ് ഗുഹേൻ്റെ ഉള്ളിലെത്തി. ആ ഗുഹേൻ്റെ ശരിക്കും പറഞ്ഞാൽ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം നമ്മൾ പോകണ്ടേ. അതൊരു ഗുഹയല്ല, ഒരുമാതിരി ഒരു കേവാണ്. മുൻവശം മാത്രം തുറന്നിട്ട് ബാക്ക് വശം അടച്ചിട്ടിട്ട് മാതിരി. മനസ്സിലായില്ലേ? പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ ജീവിക്കാൻ ഉദ്ദേശിച്ചത്. എന്താണ് വീണ്ടും പരസ്യം? എന്താണ് ഈ പരസ്യം കൊണ്ട് പോവാത്തത്? ഗായ്സ്, അപ്പം നമ്മുടെ ആ പരസ്യം പോയിട്ടുണ്ട്. ഇനി വീണ്ടും ബൂസ്റ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കൂട്ടാൻ. പ്ലീസ് അല്ല, ഇത് കേവല്ല ഗൈസ്, കേവല്ല. എനിക്കത് തെറ്റിപ്പോയത്. ഇത് കേവല്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടി വഴിയുണ്ട്. ഇപ്പം ഇതൊരു എന്താ പറയുക, ഒരു ഓട്ടമുള്ളൊരു സാധനം, മറ്റേ ബ്രിഡ്ജൊക്കെ പോലെ. എന്താണ് I don't like cats, but I like cats. അതാണ്. എഞ്ചിനൊന്ന് കൂട്ടണം. 14,000 വേണം. കണ്ടെയ്നറെല്ലാം തെറിച്ചേ. ഇത് മാത്രം തെറിച്ചു പോയില്ല. ഇതിനകത്ത് ഈ പൊട്ടിപ്പിടിച്ചിരിക്കണം കണ്ടെയ്നേഴ്സ് ഒന്നും. അത് തെറിച്ചു പോവില്ല, ബാക്കിയെല്ലാം തെറിച്ചു പോകും. ഇതെന്താണിത് കൂടാത്തത്? 682. ഇനിയുണ്ട് 27. അപ്പം എഞ്ചിൻ കൂട്ടുകാല എഞ്ചിൻ്റെ വിലപ്പെട്ടെ. ഇനി എഞ്ചിൻ മാത്രം കിട്ടണ പൈസക്ക് ഫുള്ള് എഞ്ചിൻ. ബൂസ്റ്റ് അത്ര മതി. അത് എഞ്ചിനെവിടെ? എഞ്ചിനകത്ത് കണ്ണും കൂടി ഇല്ല. ബൂസ്റ്റ് കാണാം ഏറ്റവും ബാക്കിൽ. ചുമന്നാറിൻ്റെ മേളിൽ പോയി ഇടിച്ച് ക്രാഷായി ഒരഞ്ഞ് വഴി മാറിപ്പോയി. എന്താണത്? വഴി മാറിയെങ്കിലും ബാലൻസ് ഉണ്ടല്ലോ. വളച്ചില്ലേ, ഞങ്ങൾ എടുത്ത് 1,50,000
1,26,000, 1,00,000, 75,000, 50,000, 50,000 അത്രേ ഉള്ളൂ എടുക്കണ. അതിൻ്റെ അപ്പുറത്തുള്ള കൂടി പോയി. പ്ലീസ് പ്ലീസ് പ്ലീസ്, ചുമന്നാറ് കിടക്ക്, ചുമന്നാറ് പിടിക്കരുത്, ഇടിക്കേ. ലാലീലാലോ ലാലീലാലോ. പക്ഷെ എന്താ ചെയ്യ, എത്ര കൂട്ടിയാലും ഇത് കൂടൂലല്ലോ എൻ്റെ അമ്മേ. പ്ലീസ് ഇപ്രാവശ്യമെങ്കിലും. ദേ അപ്പം നീലക്കാറും പിടിച്ച്. ടയറാക്കണ സാധനമില്ല അപ്പോൾ പുറത്തോട്ട് ചാടിപ്പോയതപ്പോൾ. ഇനി ഞാനൊന്നും നോക്കല്ല, നേരിട്ട് അങ്ങോട്ട് പറപ്പിക്കലാണ്. പ്ലീസ് ചുമന്നാറ് പിടിക്കരുത്, ചുമന്നാറ് കൈ കറക്റ്റ് വന്നു അതിനകത്ത് കൊണ്ട് കറക്റ്റ് സ്ട്രെയിറ്റ്. ഊട്ടിയിലെ കുതിരയെ പോലെ സ്ട്രെയിറ്റ് ആയിരുന്നത്. പക്ഷേ ഭയങ്കര പാടുമായിരുന്നത്. നിങ്ങൾ ഇതിനകത്ത് കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും. നിങ്ങളിത് കളിച്ച് നോക്ക്. കളിക്കാൻ നല്ല എല്ലാവരും കളിക്കണം, കാരണം നല്ലൊരു ഗെയിമാണ്. കുറച്ച് ആഡൊക്കെ ഉണ്ടാവുന്നുള്ളൂ ഇടക്കിടക്ക്, അത് കുഴപ്പമൊന്നുമില്ല. ഇടക്കിടക്കല്ലേ, എപ്പോഴും ആഡൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഞാനത് പ്രിഫർ ചെയ്യുന്നുണ്ട്. 38,000 എൻ്റെ അമ്മ എല്ലാം വാരി പിടിച്ച്. ഞാൻ പിരീഡൊന്നുമില്ല. 38,000 പോയാൽ പോക്കേ 7,000 ഉള്ളൂ. ഞാൻ ബാക്കി എങ്ങോട്ടാ പോയെന്ന് കാണുന്ന പോലില്ല. വരും പോവും, അതൊക്കെ സ്വാഭാവികം. ഒത്താണല് കഴിഞ്ഞ് അപ്പുറത്തെത്തി. 724, 600 തന്നു നിന്ന നമ്മൾ. 1,63,000, 1,35,000, 1,08,000, 81, 54, 54 ഉറപ്പിച്ചു. പക്ഷെ ഞാൻ എടുക്കണില്ല. വീണ്ടും പരസ്യം. അങ്ങനെ ആ പരസ്യം കഴിഞ്ഞ്. വീണമ്മ പ്ലീസ് പ്ലീസ്. ചുമന്നാറ് മേടിക്കരുത്. ചുമന്നാറിൻ്റെ അപ്പുറത്ത് 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മളിപ്രാവശ്യം. മഞ്ഞുള്ളത് മണ്ണല്ലേ, മണ്ണേ കൂടി ഒരഞ്ഞൊരഞ്ഞ് സ്കിഡടിച്ച് എത്ര എത്തിയാ. അപ്പോൾ നാലോചിക്ക് എത്ര സ്പീഡിലായിരിക്കും നമ്മൾ വന്നേന്ന്. അവിടെ തൊട്ട് ഇവിടം വരെ ഒരഞ്ഞ് വന്നെ. അപ്പം തന്നെ ആലോചിച്ച് നോക്കിയേ എത്ര സ്പീഡിലായിരിക്കും നമ്മൾ വന്നേന്ന്. പക്ഷെ എൻ്റെ അമ്മോ, കറക്റ്റ് 31,000. ബാക്കി 400 എന്തോ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ 32 പോയി കിട്ടി. എന്താ ആശ്വാസം. കിട്ടണതൊക്കെ ഞങ്ങൾ പോണേണ്. 2 മിനിറ്റ് പോലും കൈ നിൽക്കണില്ല. ചരിയരുത്. ചരിഞ്ഞ കുറേ ദൂരം പോവില്ല, ഞാൻ പറഞ്ഞില്ലേ. അന്ന് മഞ്ഞുവല ഏതവനോടെ മഞ്ഞുവലയൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കണേ. എന്താ ചെയ്യ. ഒന്ന് വേഗം വാന്ന് വന്ന്. എന്നാലും ഇവിടെ ഏതവനൊക്കെ മഞ്ഞുമല ടൈറ്റാനിക് എടുത്ത മഞ്ഞുമല് വന്നോ. അല്ലെങ്കിൽ അത്രയും കട്ടിയൊന്നും ഉണ്ടാവില്ല. ടൈറ്റാനിക്കിനെക്കാട്ടും വലിയ ഷിപ്പാണ് പ്ലെയിനാക്കിയേക്കണ്. വലിയ ഷോ കാണിക്കാൻ നോക്കിയാണ്. കടന്നില്ല എടാ, സമാധാനായില്ലേ ഷോ കാണിക്കാൻ എന്നിട്ട്. പറഞ്ഞിട്ടല്ലേ, ഞാൻ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയത്. ഫ്രീ ഒന്നുമില്ല, നമ്മൾ പൈസ കൊടുത്ത് കാണിക്കണ പരിപാടിയുള്ളൂ. ഇപ്പം എന്നെ എത്ര പോയാലും എനിക്കൊരു കുഴപ്പമില്ല. അപ്പം അതിന് കൂടുതൽ പോയി. അങ്ങനെ പോ
വെളിവിലാണ് പോ ഓ ഓ ആ അത്രയും വന്നല്ലോ അതിൻ്റെ ഭാഗ്യം. ഓ എന്താ സമാധാനം. അതെ അവിടം വരെ എത്തിയതിനാ എന്ത് ഭാഗ്യം എന്നറിയോ. ഇനി 1 കിലോമീറ്റർ എന്തോ ഉള്ളു അവിടെ നിന്ന്. ഞാനിപ്പോൾ എത്തിയോടത്തുനിന്ന് 1 കിലോമീറ്റർ എന്തോ ഉള്ളു. നമ്മ ഏറി വെച്ചാൽ 200-300 കിലോമീറ്റർ എന്തോ അടിക്കണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് 700. ആരാണ്ട് ഇവിടെ കൊണ്ട് മരം നട്ടിയേക്കണത് ഈ മരുഭൂമിയിൽ. ആ മരുഭൂമിയിൽ മരം നട്ടുവച്ചേക്കണേ. 40,000 10,000 കൂടി കിട്ടുകയാണെങ്കിൽ PSI പഠിക്കായിരുന്നു. ഇടിച്ച് ഇനി ഞാൻ നേരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോകാൻ പോകാനാണ്. എനിക്കിനി ഒരു കുന്തോ ഒരു വിഷയമല്ല. ഇതെന്താണിത്? ഇത് ഏത് മോട്ടത്തലേ അത് പോയി അങ്ങനെ ഏതോ ഊബറിൻ്റെ ആപ്പാണ്. ഓ ബൂസ്റ്റിലെ വിലപ്പായി. അമ്മേ പറക്ക അതിൻ്റെ മേളിൽ കൂടി പറക്ക്. മുട്ടരുത് മുട്ടി. ഓ ബാക്ക് ഫ്ലിപ്പ്. വെറുതെ അല്ല ഇങ്ങനെ പൈസ കിട്ടണത്. ഇല്ലെങ്കിൽ ഒരു കുന്തോ എനിക്ക് കിട്ടൂലായിരുന്നേ. ബാക്ക് ഫ്ലിപ്പ്, ജമ്പ് സ്പീഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൈസ കിട്ടണം. ഇല്ലെങ്കിൽ ഒരു 15 രൂപ പോലും ഇവർ തരില്ല. ഓ ഇനി തരില്ലല്ലേ. 0 മീറ്റർ അവർ പറഞ്ഞു. ഇപ്പം കണ്ട മീറ്റർ എത്രയെന്ന്. പ്ലീസ് മേളിൽ കൂടി പറക്ക്. മേളിൽ കൂടി ബൂസ്റ്റ് ഞാൻ അപ്ഗ്രേഡ് അല്ല എൻജിൻ അപ്ഗ്രേഡ് ചെയ്തല്ലേ. എന്താണിത്? അയ്യേ 1,69,000 എനിക്ക് വേണ്ട. 54,000 ആയാലും വേണ്ട. എത്ര ആയാലും എനിക്ക് വേണ്ട. പ്ലീസ് വേഗം പോ. മുട്ടരുത്. പോങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് പോവും. ഡ്രില്ല് ചെയ്യണ പോലെ ഉണ്ട്. ഓ യെസ് എന്ത് കഷ്ടമാണ്. തൊട്ട് ഇപ്പുറത്ത് നിന്നതിന് ആമാരെന്നെ ജയിപ്പിച്ചില്ല. ഇത് ഫൗളാണ്. ഇത് വെള്ളക്കളി. തൊട്ട് ഇപ്പുറത്ത് നിന്നിട്ട് അവന്മാരെന്നെ ജയിപ്പിച്ചില്ല. ശരി അവിടുത്തെ കമ്പരം മറിച്ചിട്ടില്ല. കൊള്ളാല. തട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. തട്ടിയില്ല വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ പറയാൻ വന്നത്. $52,000. ഇത് ബൂസ്റ്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം കേട്ടോ. ഓ ഇതൊക്കെയാണ്. ഒന്നുമല്ല. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് എന്തായാലും ഒരു ലെവൽ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല സാഡ്ലി. പിന്നെ എനിക്ക് സ്കൗട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അറിയാൻ തോന്നുന്നു. കാലിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് എനിക്കൊരു പരിപാടിയുണ്ട്. അതിനെനിക്ക് പോകണം. അത് 8 മണിയാകുമ്പോൾ എനിക്ക് പോകണം. പിന്നെ ഇത് ലൈവ് ഒന്നല്ലാത്ത കാരണം നിങ്ങൾക്ക് എത്ര മണിയായാലും കുഴപ്പം. ഇത് ലൈവ് ഒന്നല്ലാത്ത കാരണം ഇപ്പം എത്ര മണിയാണെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നിങ്ങളിത് രാവിലെ ഇരിക്കും കാണണേ. അതോ ഇപ്പം തന്നെ കാണാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 9 മണിയെങ്കിലും ആവും. അപ്പം എന്തായാലും സ്കൗട്ടിന് പോകാനുള്ള കാരണത്താൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ടേക്ക് കെയർ.